Hi dear students, welcome back to my channel. CS 364 മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ സബ്ജക്റ്റിൽ ടോട്ടൽ 6 മൊഡ്യൂൾസാണുള്ളത്. എല്ലാം ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂളുകളാണ്. അതിൽ ഓരോ മൊഡ്യൂളുകളുടെ ടോപ്പിക്കുകളാണെങ്കിലും തമ്മിൽ കണക്ഷൻ ഇല്ല. ഒരു ടോപ്പിക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണക്ഷനും വളരെ കുറവാണ്. പിന്നെ DAS5 പഠിച്ച ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന സബ്ജക്റ്റിൻ്റെയും അതുപോലെ തന്നെ S6 നിങ്ങൾക്കുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഈ മൊബൈൽ കമ്പ്യൂട്ടിംഗ് സബ്ജക്റ്റിൽ ഉള്ള ടോപ്പിക്കുകൾ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്നതിനേക്കാൾ എക്സാമിന് പാസ്സാവാൻ ഹെൽപ്ഫുള്ളാവുക 4th മൊഡ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ബാക്കിയുള്ള മൊഡ്യൂളുകളിലെല്ലാം ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസിന് കുറേ ചോയ്സസ് ഉണ്ട്. 4th മൊഡ്യൂളിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ടോപ്പിക്കുകളേ ഉള്ളൂ. അത് പഠിക്കുമ്പോൾ തന്നെ ഒരു കണക്ഷൻ ഉണ്ട്. ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ പ്രീവിയസ് ടോപ്പിക്കിൽ നിന്ന് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പോകാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ 4th മൊഡ്യൂളിൽ നിന്ന് പഠിച്ചു തുടങ്ങാം. 4th മൊഡ്യൂളിലെ മെയിനായിട്ടുള്ള സിലബസ് ടോപ്പിക്കുകളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൊബൈൽ ഇൻ്റർനെറ്റ്, മൊബൈൽ ട്രാൻസ്പോർട്ട് ലെയർ, ട്രാൻസ്മിഷൻ, വാപ്പ്. ഇതിൽ മൊബൈൽ ഇൻ്റർനെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മൊബൈൽ IP, മൂവബിൾ ആയിട്ടുള്ള ഡിവൈസസിൻ്റെ ഒരു ന്യൂ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നതാണ് മൊബൈൽ IP. അപ്പോൾ അതിൽ വരാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ മൊബൈൽ IPയുടെ റിക്വയർമെൻറ്റ്സും അതുപോലെ തന്നെ മൊബൈൽ IPയിൽ വരുന്ന ബേസിക് ടെർമിനോളജീസ് എന്തൊക്കെയാണെന്നാണ്. ടെർമിനോളജീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോം ഏജൻറ്റ് എന്താ, ഹോം നെറ്റ്വർക്ക് എന്താ, ഫോറിൻ ഏജൻറ്റ് എന്താ, അങ്ങനെയുള്ള ടേമുകൾ, കറസ്പോണ്ടൻ്റ് നോഡ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള ടേമുകളാണ്. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. അതിൻ്റെ ഒരുപാട് തവണ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ DHCP നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന സബ്ജക്റ്റിൽ വളരെ ഡീപ്പായിട്ട് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. നമുക്കിവിടെ അത്രത്തോളം ഡാറ്റ ഒന്നും പഠിക്കാനില്ല. അപ്പോൾ DHCP എന്താണെന്നും അതിലെങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്, ഒരു സെർവറിനെ അവർ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു IP അഡ്രസ്സ് ചൂസ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഫിഗർ മാത്രമേ അത് ജസ്റ്റ് നോക്കാനുള്ളൂ. അപ്പോൾ അത് എന്തായാലും പഠിച്ചു വെച്ചേക്കുക. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയാലും അത് ഷുവർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ മൊഡ്യൂൾ 4 റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നല്ല മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഏജൻറ്റ് ഡിസ്കവറി പ്രോസസ് ഇൻ മൊബൈൽ IP. ഏജൻറ്റ് ഡിസ്കവറി എന്ന് പറയുമ്പോൾ അതിൽ ഏജൻറ്റ് അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ ഏജൻറ്റ് സൊലിസിറ്റേഷനും, ഈ 2 ടോപ്പിക്കുകളുടെ കോമ്പിനേഷനാണ് ഈ ഏജൻറ്റ് ഡിസ്കവറി. അത് നല്ല മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഏജൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് പറയുമ്പോൾ അതിലത്തെ ഹെഡർ ഫോർമാറ്റുകളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പറയാം, മെസ്സേജ് ഫോർമാറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊരു നല്ല മാർക്ക്, ഒരു essay ക്വസ്റ്റ്യനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ IPനെ ഫിഗേഴ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതാണ്. മൊബൈൽ IPയിലെ കമ്പോണൻസ്, ഇതിൽ ഹോം ഏജൻറ്റ് ഉണ്ട്, ഹോം നെറ്റ്വർക്ക് ഉണ്ട്, ഫോറിൻ ഏജൻറ്റ്, ഫോറിൻ നെറ്റ്വർക്ക്, മൊബൈൽ നോഡ്, കറസ്പോണ്ടൻ്റ് നോഡ്, അങ്ങനെയുള്ള അതിൻ്റെ ഓരോ ടെർമിനോളജീസും കണക്ട് ചെയ്യുന്ന ഫിഗർ, അതുപോലെ എങ്ങനെയാണ് അതിലൊരു IP പാക്കറ്റ് ഡെലിവറി നടക്കുന്നത് അതിൻ്റെ ഫിഗർ. പിന്നെ റിവേഴ്സ് ടണലിംഗ്, ഇപ്പോൾ ടണലിങ്ങും ഫോർവേഡ് ടണലിങ്ങും അതുപോലെ തന്നെ റിവേഴ്സ് ടണലിങ്ങും ഉണ്ട്. നോർമലി ടണലിംഗ് എന്താണ് മൊബൈൽ IPയിൽ വരുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എൻക്യാപ്സുലേഷൻ്റെ ബേസിസിൽ ഹോം ഏജൻറ്റിൽ നിന്നും ഫോറിൻ ഏജൻറ്റിലേക്കുള്ള ആ ഒരു ടണലിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ടത്. റിവേഴ്സ് ടണലിംഗ് ആവുമ്പോൾ മൊബൈൽ നോഡിൽ നിന്നും കറസ്പോണ്ടൻ്റ് നോഡിലേക്ക് വരുന്ന ടണലാണ് റിവേഴ്സ് ടണലിങ്ങിൽ വരിക. അപ്പോൾ അതിൻ്റെ 2ൻ്റെയും ഫിഗറുകളൊക്കെ ചോദിക്കാം. അപ്പോൾ ആ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ സബ്ജക്റ്റിൽ. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ ഫിഗറിനായിരിക്കും വെയിറ്റേജ് കൂടുതൽ. നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്ന പോലെയല്ല, എലക്റ്റീവ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഫിഗറിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. എക്സ്പ്ലനേഷൻ ഒരുപാട് എഴുതി വെച്ചെന്നുണ്ടെങ്കിലും ഫിഗർ വരച്ചില്ലെങ്കിൽ മാർക്ക് അധികം വീഴാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇതാണ് മൊഡ്യൂൾ 4നെ കുറിച്ച് പറയാം. പിന്നെ ഇതിൽ വരുന്നതാണ് TCP വേരിയൻസ്. ഇപ്പോൾ കൺജഷൻ കൺട്രോൾ എങ്ങനെയാണ്, സ്ലോ സ്റ്റാർട്ട് മെക്കാനിസം എന്താണ്, പിന്നെ ഫാസ്റ്റ് റീട്രാൻസ്മെൻറ്റ്, ഫാസ്റ്റ് റിക്കവറി മെത്തേഡ്, പിന്നെ അതുപോലെ തന്നെ TCP വേരിയൻസിൽ വരുന്ന ഇൻഡയറക്റ്റ് TCP, സ്നൂപ്പിംഗ് TCP, മൊബൈൽ TCP, ഇതെല്ലാം ഈ മൊഡ്യൂളിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലത്തെ എല്ലാ ടോപ്പിക്കുകളും കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 4 മസ്റ്റായിട്ടും എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് തന്നെ പഠിക്കുക. അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫിഫ്ത്ത് മൊഡ്യൂളിലത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഫോർത്ത് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് ഹാഫ് തന്നെയാണ്. സെയിം റിപ്പീറ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1.5 മൊഡ്യൂൾ പഠിച്ചതിൻ്റെ ഒരു എഫക്റ്റാണ് കിട്ടുക. ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ ഹാഫും കൂടി നമുക്ക് കവറപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ TCP വേരിയൻസ് ഒക്കെ ഫോർത്ത് മൊഡ്യൂളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടില്ല. അത് കോമൺലി ചോദിച്ച് വരുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളിലാണ്. അപ്പോൾ നിങ്ങൾ ഫോർത്ത് മൊഡ്യൂളിൽ അത് ചോദിക്കാറില്ല എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടെന്ന് വിചാരിച്ചത് പഠിക്കാതിരിക്കരുത്. ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഹാഫ് പോർഷൻ നിങ്ങൾക്ക് നോക്കണ്ട, സെയിം തന്നെയാണ്. ഓക്കെ, ഇനി മൊഡ്യൂൾ 5 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് TCP വേരിയൻസാണ്. പിന്നെ അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് പോർഷൻ ഉണ്ട്. WAP, വയർലെസ് ആക്സസ് പ്രോട്ടോക്കോൾ, ബ്ലൂടൂത്ത്, XML, J2ME, ജാവാ കാർഡ്, PAMOS, ലിനക്സ് ഫോർ മൊബൈൽ ഡിവൈസസ് ആൻഡ് ആൻഡ്രോയിഡ്, അങ്ങനെ കുറേ കുഞ്ഞു ടോപ്പിക്കുകളുടെ കോമ്പിനേഷനാണ് ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ട്. ഈ ഫിഫ്ത്ത് മൊഡ്യൂളും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. കാരണം ഈ 2 മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ ഓൾറെഡി ഫോർത്ത് മൊഡ്യൂൾ കവറപ്പ് ചെയ്യുമ്പോൾ പഠിച്ചു പോകും. സെക്കൻഡ് ഹാഫിൽ വരുന്ന ടോപ്പിക്കുകളിൽ ആകെ WAP, വയർലെസ് ആക്സസ് പ്രോട്ടോക്കോളും അതുപോലെ തന്നെ ബ്ലൂടൂത്തും മാത്രമാണ് സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു 10 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ടോപ്പിക്കുകളും ക്ലബ്ബ് ചെയ്തിട്ടാണ് ചോദിക്കുക. XML, J2ME, ജാവാ കാർഡ് ഇതെല്ലാം കൂടി ക്ലബ്ബ് ചെയ്തിട്ട് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ആൻഡ്രോയിഡും PAMOSും J2MEയും കൂടി ക്ലബ്ബ് ചെയ്തിട്ട് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിലും തന്നെ എന്താ ചെയ്തിരിക്കണേ, ഇതിൻ്റെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കണേ. അപ്പോൾ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് 4 ടോപ്പിക്ക് എഴുതേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഒരു 3-4 പോയിൻ്റ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 4 എണ്ണം പറഞ്ഞു വരുമ്പോൾ ആ വെയിറ്റേജ് 10 മാർക്സിൻ്റെ വെയിറ്റേജ് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഫിഗറുകളൊക്കെ റിലേറ്റ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ആൻഡ്രോയിഡൊക്കെ പഠിക്കുമ്പോൾ ആൻഡ്രോയിഡിൻ്റെ ആർക്കിടെക്ചർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ പഠിച്ചു പോവാം. പിന്നെ ഇതിൽ സിംഗിൾ ടോപ്പിക്കായിട്ട് ചോദിച്ചിട്ടുള്ളത് ബ്ലൂടൂത്തും അതുപോലെ തന്നെ വയർലെസ് ആക്സസ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ടോപ്പിക്കുമാണ്. ഇനി വയർലെസ് ആക്സസ് പ്രോട്ടോക്കോൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറാണ് ചോദിക്കുക. ബ്ലൂടൂത്ത് ചോദിക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ പ്രോട്ടോക്കോൾ സ്റ്റാക്കിൻ്റെ ആർക്കിടെക്ചറാണ് ചോദിക്കുക. എന്താണ് ബ്ലൂടൂത്ത് ടെക്നോളജി, അതുപോലെ എന്താണ് അതിൻ്റെ പ്രോട്ടോക്കോൾ സ്റ്റാക്കിൻ്റെ ആർക്കിടെക്ചർ. ഇതെല്ലാം പ്രീവിയസ് ഇയർ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. അപ്പോൾ 4ഉം 5ഉം കവർ ചെയ്താൽ നമ്മുടെ ഏകദേശം നമുക്ക് പാസ്സാവാനുള്ള മാർക്കിനുള്ള ടോപ്പിക്കുകൾ നമുക്ക് കിട്ടും. ഇനി 6th മൊഡ്യൂളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 6th മൊഡ്യൂളിലും 2 ഹാഫാണ് ടോപ്പിക്കുകൾ വരുന്നത്. ഒരു പാർട്ട് എന്ന് വെച്ചാൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളതും ഒരു പാർട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക്സിനെ കുറിച്ചിട്ടുള്ളതും. അപ്പം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ 2G 3G നെറ്റ്വർക്ക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 6th മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് 4G ആൻഡ് 5G നെറ്റ്വർക്ക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഹാഫിലെ ഈ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന സെക്ഷനിൽ 2 ടോപ്പിക്കേ ഉള്ളൂ. കമ്പോണൻസ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ മൊബൈൽ കമ്പ്യൂട്ടിംഗ്. ഈ 2 ടോപ്പിക്കും തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. 2ഉം കൂടി ക്ലബ്ബ് ചെയ്ത് ഒറ്റ 10 മാർക്സിൻ്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടോപ്പിക്കും മിസ് ചെയ്യാണ്ട് പഠിക്കുക. അതിൽ കമ്പോണൻസ് ചോദിക്കുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി ഈ 3 കമ്പോണൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതാണ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത്. നിങ്ങൾക്കത് കൂടാണ്ടും കമ്പോണൻസ് പറയാം, 5 കമ്പോണൻറ്റെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി അതിന് മാക്സിമം പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ടൈപ്സ്, അതിന് എക്സാമ്പിൾ, അതിന് വയലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അറ്റാക്കുകൾ, അങ്ങനെയുള്ള രീതിയിൽ പഠിക്കാം. അതുപോലെ സെക്യൂരിറ്റി ഇഷ്യൂസ് മാക്സിമം ഒരു 5 സെക്യൂരിറ്റി ഇഷ്യൂസ് എങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 ടോപ്പിക്കേ ഉള്ളൂ. സെക്യൂരിറ്റി ഇഷ്യൂസ് പഠിക്കുക, അതുപോലെ സെക്യൂരിറ്റി കമ്പോണൻസ് ഏതാണെന്ന് പഠിക്കുക. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞു നെക്സ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക്സ്. അതിൽ 4G എന്ന് പറയുന്ന നെറ്റ്വർക്കിന് പറയണതാണ് LTE, ലോങ് ടേം എവല്യൂഷൻ എന്ന് പറയും. ഈ LTE എന്ന് പറയുന്ന ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ലോങ് ടേം എവല്യൂഷൻ്റെ ആർക്കിടെക്ചർ ആൻഡ് ഇറ്റ്സ് ഇൻ്റർഫേസസ്, അതിൻ്റെ ഇൻ്റർഫേസസ് ഏതാണെന്നും അതിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാലും കാണാം, ഒരു 10 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതും പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6th മൊഡ്യൂളിൽ നിന്ന് ഒരു 20 മാർക്സ് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി പാർട്ടിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും, അത് ഫസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, സെക്കൻഡ് പാർട്ടിയിൽ നിന്ന് LTEയും ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്.
ഇതാണ് ഇതിൽ വന്നിട്ടുള്ള മേജർ ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. LTD ആർക്കിടെക്ചറും ഇൻ്റർഫേസും. പിന്നെ ലൈഫൈ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ലാസ്റ്റ് ഒരു ചെറിയ ടോപ്പിക് കിടപ്പുണ്ട്. ലൈറ്റ് ഫിഡിലിറ്റി ആണ്. നമ്മൾ വൈഫൈ പഠിക്കാറുണ്ട്, വയർലെസ് ഫിഡിലിറ്റി, അതുപോലെ തന്നെ വരുന്നതാണ് ലൈഫൈ. ലൈറ്റ് ഫിഡിലിറ്റി LED ലൈറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ വൈഫൈയുമായിട്ട് അതിൻ്റെ കമ്പാരിസൺ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു 3 പോയിൻറ്റോ 4 പോയിൻറ്റോ പഠിച്ച് വയ്ക്കുക. ലൈഫൈയും അതുപോലെ തന്നെ വൈഫൈയും കമ്പയർ ചെയ്യുന്ന രീതിയിൽ അതും വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ 5G വെച്ച് വരുമ്പോൾ അതിൽ MIMO മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ടും അതുപോലെ തന്നെ സൂപ്പർ കോർ കൺസെപ്റ്റും ഇത് രണ്ടുമാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്ലബ് ചെയ്ത് ചോദിക്കാറ്. അതുപോലെ 5Gയുടെ ബെനിഫിറ്റ്സ്, 5G നെറ്റ്വർക്ക്സിൻ്റെ ബെനിഫിറ്റ്സ്, ഇതൊക്കെയാണ് 5Gയിൽ റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഇഷ്യൂസ്, സെക്യൂരിറ്റി കമ്പോണൻസ് ആൻഡ് LTE, ഈ 3 ടോപ്പിക്ക് നല്ല മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ലൈഫൈയും വൈഫൈയും തമ്മിലുള്ള കമ്പാരിസൺ നോക്കുക. ദെൻ 5G ആർക്കിടെക്ചർ, അതിൻ്റെ ബെനിഫിറ്റ്സ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് 4, 5, 6 മൊഡ്യൂൾസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ 3 മൊഡ്യൂൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ടോപ്പിക്സും കുറവാണ്. പിന്നെ പഠിക്കുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനും പറ്റുന്നൊരു മൊഡ്യൂളുകളാണ് ഈ 4, 5, 6. ഇത് പഠിച്ച് കഴിഞ്ഞ് ടൈമുള്ളവർ എന്ത് ചെയ്യുക, 1, 2, 3ൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഒന്ന് നോക്കി പോവുക. അതിൽ മൊഡ്യൂൾ 1ൽ വരുന്ന സിലബസ് ടോപ്പിക്കുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. മൊബൈൽ കമ്പ്യൂട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ, മിഡിൽ വയേഴ്സ് ആൻഡ് ഗേറ്റ് വേസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, സർവീസസ്, ഇൻ്റർനെറ്റും ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് തമ്മിലുള്ള ഡിഫറൻസ്, 3 ടയർ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കൺസിഡറേഷൻ. ഇത്രയാണ് ഇതിൽ വരുന്ന ടോപ്പിക്കുകൾ. ഇതിൽ essay ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. 3 ടയർ ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഡിസൈൻ കൺസിഡറേഷൻ ഫോർ മൊബൈൽ കമ്പ്യൂട്ടിംഗ്. ഇത് രണ്ടുമാണ് പ്രീവിയസ് ഇയേഴ്സിൽ 9 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് അതിൽ വന്നിട്ടുള്ള മേജർ ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ കൊടുത്തിരിക്കണേ. അതിൽ ഈ ടൈപ്സ് ഓഫ് മിഡിൽ വയേഴ്സ് ആൻഡ് ഗേറ്റ് വേ ചോദിക്കാം, 3 ടയർ ആർക്കിടെക്ചർ ചോദിക്കാം, ഡിസൈൻ ഇഷ്യൂസ് ഇൻ മൊബൈൽ കമ്പ്യൂട്ടിംഗ്, ഇതൊക്കെ നല്ല മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അതുപോലെ ടൈപ്സ് ഓഫ് മൊബിലിറ്റി, നെറ്റ്വർക്ക് മൊബിലിറ്റി, യൂസർ മൊബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, ഹോസ്റ്റ് മൊബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടൈപ്സ് ഉണ്ട്, കുറേ മൊബിലിറ്റി ടൈപ്സ്. അതും essay ക്വസ്റ്റ്യൻ പോലെ പാർട്ട് Bയിൽ വരാറുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുമുണ്ട്. അപ്പോൾ അതിൽ 3 ടയർ ആർക്കിടെക്ചറും ഡിസൈൻ കൺസിഡറേഷനും ഷുവർ ക്വസ്റ്റ്യൻ പോലെ തന്നെ വരാവുന്നതാണ്. അതുപോലെ ടൈപ്സ് ഓഫ് മൊബിലിറ്റിയും അതുപോലെ മിഡിൽ വയേഴ്സിൻ്റെ ടൈപ്സ്. ഈ മിഡിൽ വയേഴ്സിൻ്റെ ടൈപ്സ് മാത്രമല്ല, പേരെടുത്ത് ഓരോന്നും ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് ഓറിയൻറ്റഡ് മിഡിൽ വെയർ എന്താ, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് മിഡിൽ വെയർ എന്താ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. അപ്പോൾ പഠിക്കുമ്പോൾ ഈ നല്ല മാർക്കിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഇത്തിരി വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. 3 ടയർ ആർക്കിടെക്ചർ എന്തായാലും പഠിച്ചിട്ടുണ്ടാവുക. അതുപോലെ ഡിസൈൻ കൺസിഡറേഷൻസ് നോക്കുക. പിന്നെ ടൈപ്സ് ഓഫ് മൊബിലിറ്റീസ് നോക്കുക. ഇനി സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൊഡ്യൂൾ ഭയങ്കര വാസ്റ്റാണ്. അതിൽ ചെറിയ ഷോർട്ട് ആൻസേഴ്സ് ടൈപ്പുള്ള ടോപ്പിക്കുകളേ ഉള്ളൂ. പക്ഷേ അതിൽ സബ് ടോപ്പിക്സ് കൂടുതലുള്ളതുകൊണ്ട് ക്ലബ് ചെയ്ത് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഇപ്പോൾ സ്പ്രെഡ് സ്പെക്ട്രം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ FHSS ഉണ്ട്, DSSS ഉണ്ട്. ഇനി മീഡിയം ആക്സസ് കൺട്രോൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അതിൽ തന്നെ 4 ടൈപ്പും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല മാർക്കിൻ്റെ essay ക്വസ്റ്റ്യനായി. പിന്നെ സാറ്റലൈറ്റ് സിസ്റ്റം എന്തൊക്കെയാണ്, ജിയോ, ലിയോ, മിയോ, അവർ തമ്മിലുള്ള ഡിഫറൻസ് വെച്ചാൽ ഒരു പാർട്ടി ക്വസ്റ്റ്യനായി. അതിൻ്റെ ഡിഫറൻസ് കമ്പാരിസൺ ടേബിൾ വെച്ച് വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒരുപാട് കുഞ്ഞു ടോപ്പിക്കുകളുടെ കോമ്പിനേഷനാണ്. സബ് ടോപ്പിക്സ് കൂടുതലുള്ള സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ കവറപ്പ് ചെയ്ത ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ പഠിക്കാൻ എളുപ്പമുണ്ടാവും. പിന്നെ ഇതിൽ മിസ് ചെയ്യാതിരിക്കാൻ നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് GSM എന്ന് പറയുന്ന ടോപ്പിക്കാണ്. GSMൻ്റെ ആർക്കിടെക്ചർ ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഡയഗ്രാം അതുപോലെ അതിൻ്റെ എക്സ്പ്ലനേഷൻ GSM പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുമുണ്ട്. GSM ഇത്തിരി ഇമ്പോർട്ടൻറ്റും ആണ്. അത് നിങ്ങൾക്ക് ഇനി കമ്മിങ് സെമസ്റ്റേഴ്സിൽ പഠിക്കാൻ വരുന്നുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലും നിങ്ങൾ GSM ചിലപ്പോൾ കവർ ചെയ്യുന്നുണ്ടാവാം. ബാക്കി പിന്നെ സെല്ലുലാർ കൺസെപ്റ്റിൽ വരുന്ന ഈ ചാനൽ അസൈൻമെൻറ്റ് ആൻഡ് ഹാൻഡ് ഓഫ് സ്ട്രാറ്റജീസ്, ഈ 2 ടോപ്പിക്കും നമുക്ക് അഗെയിൻ 3rd മൊഡ്യൂളിലും വരുന്നുണ്ട്, ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജി. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ 2nd മൊഡ്യൂളിൽ അല്ലെങ്കിൽ അത് 3rd മൊഡ്യൂളിൽ ചോദിക്കാവുന്നതാണ്. ടൈപ്സ് ഓഫ് ഹാൻഡ് ഓഫ് അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് സ്ട്രാറ്റജീസ്, ഹാൻഡ് ഓഫ് പ്രയോറിറ്റൈസേഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അതുപോലെ കവറേജ് അല്ലെങ്കിൽ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സെൽ സ്പ്ലിറ്റിങ്, സെൽ സെക്ടറിങ് എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ, സോൺ കൺസെപ്റ്റ് ഇതൊക്കെയാണ് നമുക്ക് കവറേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ്. അപ്പോൾ ഇതിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലൊക്കെ TDMA, FDMA, CDMA അത് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ DSSSും FHSSും പറയാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ സാറ്റലൈറ്റ് സിസ്റ്റം കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ GSMലുള്ള HLR എന്താ, VLR എന്താണെന്ന് വെച്ചിട്ടുണ്ട്. GSMൻ്റെ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡയഗ്രാം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കവറേജും കപ്പാസിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്, അതാണ് നമ്മൾ ഈ സെൽ സെക്ടറിങ്,
സോൺ കൺസെപ്റ്റ്, സെൽ സ്പ്ലിറ്റിംഗ് എന്നൊക്കെ പറയണത്, കവറേജും കപ്പാസിറ്റിയും ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ ഈ ഒരു മൊഡ്യൂളിലാണ് നമ്മൾ 2G 3G എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. GSM 2G ആണ്, ഡക്ട് എന്ന് പറയുന്നത് 3G ആണ്. അപ്പോൾ 2Gയും 3Gയും തമ്മിലുള്ള കമ്പാരിസൺ ഇവിടെ വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ വരുമ്പോൾ 4Gയും 5G ആണ് 6th മൊഡ്യൂളിൽ. അപ്പോൾ ആ 4Gയും 5Gയും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാം. ഇൻ കേസ് നമുക്ക് 6th മൊഡ്യൂളിൽ 1 2 3 4 4 ജനറേഷൻ ഓഫ് നെറ്റ്വർക്ക്സ്, 5 ജനറേഷൻ, 1G അതായത് 2G 3G 4G 5G ഈ 4 ജനറേഷൻ തമ്മിലുള്ള ഡിഫറൻസും വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഇസ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3ക്ക് 2 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ വരുന്നതാണ് വയർലെസ് ലാൻ ആൻഡ് സെല്ലുലാർ നെറ്റ്വർക്ക്സ്. സെക്കൻഡ് പാർട്ടാണ് റൂട്ടിംഗ് പ്രോട്ടോക്കോൾസ്. ഇതിൽ വയർലെസ് ലാൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരണ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ IEEE 802.11 ആർക്കിടെക്ചർ, 802.11 സിസ്റ്റം ആർക്കിടെക്ചർ. അപ്പോൾ നമ്മുടെ സിലബസിൽ അതിൻ്റെ സിസ്റ്റം ആർക്കിടെക്ചറും പ്രോട്ടോക്കോൾ ആർക്കിടെക്ചറും സർവീസസും ഈ 3 ടോപ്പിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ മാക് ഫോർമാറ്റ് 802.11 മാക് ഫോർമാറ്റും സിസ്റ്റം ആർക്കിടെക്ചറും പ്രോട്ടോക്കോൾ ആർക്കിടെക്ചറും ഇത് 3ഉം പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ അതിൽ സിസ്റ്റം ആർക്കിടെക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് BSS ESS എക്സ്റ്റൻഡഡ് സർവീസ് സെറ്റ്, ബേസിക് സർവീസ് സെറ്റ്, മൊബൈൽ എക്യുപ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ കണക്ട് ചെയ്ത് വരുന്ന ഡയഗ്രമാണ് സിസ്റ്റം ആർക്കിടെക്ചർ. പ്രോട്ടോക്കോൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ OSI ലെയറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്ത് വരയ്ക്കണതാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ ആർക്കിടെക്ചർ. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഡയഗ്രാം വരയ്ക്കാൻ. സിസ്റ്റം ആർക്കിടെക്ചർ ആണോ പ്രോട്ടോക്കോൾ ആർക്കിടെക്ചർ ആണോ ചോദിച്ചിരിക്കണേന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആൻസർ എഴുതുക. ഇനി IEEE 802.11 ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സിസ്റ്റം ആർക്കിടെക്ചർ വരച്ച് വയ്ക്കാം. അതിന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം ആർക്കിടെക്ചർ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി ഇതിൻ്റെ ഫ്രെയിം ഫോർമാറ്റും ഇമ്പോർട്ടൻ്റാണ്. IEEE 802.11 മാക് ഫോർമാറ്റ്, മാക് ഫ്രെയിം ഫോർമാറ്റ് അതും ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ CNൽ കവർ ചെയ്തിട്ടുണ്ടാവും. CNൽ അതിൻ്റെ ഫ്രെയിം ഫോർമാറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ നോട്ട്സ് നോക്കിയിട്ടാണെങ്കിലും അത് കവറപ്പ് ചെയ്യാം. പിന്നെ സെല്ലുലാർ നെറ്റ്വർക്ക് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു സെക്കൻഡ് മൊഡ്യൂളിലും ഇതേ ടോപ്പിക് തന്നെ വരുന്നുണ്ട്. ചാനൽ അലോക്കേഷനും അതുപോലെ തന്നെ ഹാൻഡ് ഓഫ് സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് അവിടെയും ഇവിടെയും റിപ്പീറ്റഡ് ആണ്. അപ്പോൾ അവിടെ പഠിക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് ഇവിടെയും എഴുതി വയ്ക്കാം. ഏത് സെക്ഷനിലാണ് അത് ചോദ്യം വരിക എന്നുള്ളത് നോക്കിയിട്ട് എഴുതാം, ഏത് മൊഡ്യൂൾ വൈസ് ആണെന്ന്. ഓക്കെ, പിന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ട്, റൂട്ടിംഗ് പ്രോട്ടോക്കോൾസ്. ഈ റൂട്ടിംഗ് പ്രോട്ടോക്കോൾസ് പഠിക്കുമ്പോൾ അതിലാകെ 3 റൂട്ടിംഗ് പ്രോട്ടോക്കോളാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. DSR, AODV, DSDV. അതിൽ DSR എന്ന് പറയുന്ന റൂട്ടിംഗ് പ്രോട്ടോക്കോളാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഇത് 2 ടൈപ്പാണ്, ടേബിൾ ഡ്രിവണും ഓൺ ഡിമാൻഡും. അതിൽ ടേബിൾ ഡ്രിവണിൽ വരുന്നതാണ് DSDV, ഓൺ ഡിമാൻഡിൽ വരുന്ന 2 ടൈപ്പാണ് DSRും AODV. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസിൽ പ്രീവിയസ് ഇയറിലെല്ലാം ചോദിച്ചിരിക്കുന്നത് DSR തന്നെയാണ്. പിന്നെ ഒരു ഇയറിലെങ്ങാണ്ടും ഈ DSRും അതുപോലെ തന്നെ DSDVയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലും 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് DSR പ്രോട്ടോക്കോളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ റൂട്ടിംഗ് പ്രോട്ടോക്കോൾസിൻ്റെ സെക്ഷനിൽ DSR സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ DSR പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് വരാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 3 പ്രോട്ടോക്കോൾ പഠിച്ചാലും നല്ലതാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എന്തായാലും ചോദിക്കും. കാരണം തേർഡ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ് SA പാർട്ടിൽ. അത് എന്തായാലും ഒരു റൂട്ടിംഗ് പ്രോട്ടോക്കോൾ ആയിരിക്കും. അപ്പോൾ നെയിം എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതാനാണ് പറയുക. 9 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് തന്നെ വരും പാർട്ട് Dയിൽ. അപ്പോൾ DSR, DSDV, AODV ഈ 3 പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏകദേശം ഈ മൊഡ്യൂളുകൾ കവറപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. 4, 5, 6 നല്ലപോലെ പഠിക്കുക. പിന്നെ 1, 2, 3ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെയിറ്റേജ് കൊടുക്കേണ്ട നല്ല മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കുക. 3 ടയർ ആർക്കിടെക്ചർ മൊഡ്യൂൾ 1ൽ നിന്ന് ഡിസൈൻ കൺസിഡറേഷൻസ് അതുപോലെ മൊബിലിറ്റി ടൈപ്സ് ഒക്കെ നോക്കുക. സെക്കൻഡ് മൊഡ്യൂളിൽ GSMൻ്റെ ആർക്കിടെക്ചർ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സ്പ്രെഡ് സ്പെക്ട്രോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോക്കോൾ അത് രണ്ടും നോക്കിയേക്കുക. കാരണം അത് എന്തായാലും ഗ്രൂപ്പ് ചെയ്ത് ഒരു essay ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. തേർഡ് മൊഡ്യൂൾ പഠിക്കുമ്പോൾ IEEE 802.11 ആർക്കിടെക്ചർ പഠിക്കുക, അതിൻ്റെ മാക് ഫ്രെയിം ഫോർമാറ്റ് പഠിക്കുക, അതുപോലെ റൂട്ടിംഗ് പ്രോട്ടോക്കോൾസ് എല്ലാം കവർ ചെയ്യുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നല്ല മാർക്കോടെ തന്നെ ഈ സബ്ജക്റ്റ് പാസ്സാകാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.